ഈ പ്ലെയിൻ കുർത്തിയെ നമ്മളൊരു ഡിസൈനർ കുർത്തിയാക്കാൻ പോവുകയാണ് ബ്ലോക്ക് പ്രിൻറ്റിങ് ഉപയോഗിച്ച്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളോട് ചില പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പ്രിൻറ്റ് വന്നിട്ട് ആകെ വൃത്തികേടായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതിനുള്ളിൽ മുഴുവൻ ഇങ്ങനെ താഴെ വരെ പേപ്പർ വെച്ച് കൊടുത്ത് പിന്നെ ഇത് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അടുത്തതായിട്ട് നമുക്ക് ഇതിന് ഒരു ബട്ടൺ ടാബ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ല ഫുള്ളും പ്രിൻ്റ് തന്നെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബട്ടൺ ടാബ് വരുന്ന രീതിയിൽ ആ സ്കെയിലിൻ്റെ അതേ വീതിയിലൊന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഈ ബ്ലോക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് വുഡൻ ബ്ലോക്കാണ്. ഇതൊക്കെ ആമസോണിലൊക്കെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഉപയോഗിച്ച് നമുക്കിത് പ്രിൻറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സ്പോഞ്ച് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പേൾ മെറ്റാലിക് ഗോൾഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളറാണെന്ന് വെച്ചാൽ അതെടുക്കാം. അതുപോലെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേ വേണം. ഇതിപ്പോൾ ഞാനൊരു മൂടിയാണ് എടുത്തിട്ടുള്ളത്, ഒരു പ്ലാസ്റ്റിക് ഇതാണ്. അതില്ലെങ്കിൽ ഒരു പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുക്കാം. അതിനുശേഷം ഈ ബ്ലോക്ക് എടുത്തിട്ട് ഈ സ്പോഞ്ച് കൊണ്ട് കളറൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം എവിടെയാണ് ബ്ലോക്ക് പ്രിൻറ്റിങ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് എവിടേക്കാണ് വേണ്ടതെന്നൊന്നൊരു അടയാളപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ആദ്യത്തെ പ്രിൻറ്റ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഏത് ഓർഡറിലാണോ വേണ്ടത്, സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ അല്ലെങ്കിൽ റാൻഡമായിട്ട് വേണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ആദ്യം പറ്റുമെങ്കിൽ ഒരു ചോക്ക് വെച്ചൊന്ന് അടയാളപ്പെടുത്തി കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് എവിടെയൊക്കെ പ്രിൻറ്റ്സ് വേണമെന്ന് വെച്ചാൽ അവിടെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ തവണയും നിങ്ങൾ കളറ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇല്ലെങ്കിൽ പ്രിൻറ്റ് ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് രണ്ടാമത് ചെയ്യുമ്പോൾ അത് ബോറാവും. ഇതിലൊന്ന് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് കളർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ പ്രാവശ്യവും നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബട്ടൺ ടാബ് വരച്ച സ്ഥലത്ത് എന്തെങ്കിലും ഡിസൈൻ വരച്ചെടുക്കും. ഞാനിവിടെ തിൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് നേരത്തൊരു വര വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊരു ബോർഡർ പോലെ ഇങ്ങനെ ആ നേരത്തെ നമ്മൾ സ്കെയിൽ കൊണ്ട് ചോക്ക് കൊണ്ട് വരച്ചില്ലേ അതിൻ്റെ മേലെ തന്നെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഉള്ളിൽ പേപ്പറൊക്കെ വെച്ചുകൊണ്ടാണ് വരക്കുമ്പോൾ നീങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ വലിച്ച് പിടിച്ച് വരച്ചു കൊടുക്കുകയാണ്. ശ്രദ്ധിച്ച് വരച്ചു കൊടുക്കാം. ഇനി അതല്ല ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ലാസ്റ്റ് ഇതൊരു എംബ്രോയ്ഡറി ഹൂപ്പിലിട്ടിട്ട് ഇത് മാത്രം വേറെ ചെയ്തെടുത്താലും മതി, പേപ്പറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ നടുവിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് എന്തെങ്കിലും ഡിസൈൻസ് വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നല്ല വുഡൻ്റെ ബട്ടൺസോ അല്ലെങ്കിൽ ഗോൾഡൻ കളർ എന്തെങ്കിലും ഷോ ബട്ടൺസോ ഒക്കെ വെച്ചാൽ അത് അങ്ങനെയും വെച്ചു കൊടുക്കാം. എന്ത് വേണമെങ്കിൽ ചെയ്യാം, നമ്മുടെ ഐഡിയ അനുസരിച്ച് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ലേസിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചു കൊടുക്കാം. പല രീതിക്കും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇതിന് ചേരുന്ന രീതിയിൽ എന്തൊക്കെ ഗോൾഡൻ കളർ വരുന്ന രീതിയിൽ എന്ത് വേണമെങ്കിൽ ഇതിൽ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു ബട്ടൺസ് എടുത്ത്, ബട്ടൺസ് വെക്കാനല്ല, ബട്ടൺസിലൊരു നല്ല ഡിസൈൻ ഉണ്ട് സ്റ്റാറിൻ്റെ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ കളറുണ്ടല്ലോ, ഈ ഗോൾഡൻ കളർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് വെച്ചൊന്ന് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സ്റ്റാർ ഡിസൈൻ നമുക്കതൊരു ബട്ടൺസിൻ്റെ രൂപത്തിലായിട്ട് അവിടെ കിട്ടും. അങ്ങനെ ഒരു 6 അതിൻ്റെ ഉള്ളിൽ എത്രയാണ് കൊള്ളുന്നത് വെച്ചാൽ ഒരേ തരത്തിൽ ഗ്യാപ്പ് വിട്ട് 6 ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സ്റ്റാർ ഡിസൈൻ കൃത്യമായിട്ട് അതിൽ പതിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ഗോൾഡൻ കളർ ഡിപ്പ് ചെയ്തതിന് ശേഷം ചുറ്റും ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ കുർത്തി അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതുപോലത്തെ ബ്ലോക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. പൊട്ടറ്റോനൊക്കെ ഇങ്ങനെ ഡിസൈൻ വരച്ചിട്ട് ഇതുപോലെ പ്രിൻറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കുർത്തി സൂപ്പർ ആയിട്ടുണ്ട്, ഡിസൈനർ കുർത്തി. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം എങ്ങനെയാണുള്ളതെന്ന്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇതുപോലെ അടിപൊളി ഡ്രസ് ഡിസൈനിങ്ങിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്